അനറ്റമിസ് ആണ്. അപ്പൊ മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ വാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പൊ നിങ്ങളെ സഹായിക്കാനായിട്ട് ചില ചോദ്യങ്ങളുമായിട്ടാണ് കേട്ടോ ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, മിസ്സിന്റെ കൂടെ ഓരോ ചോദ്യങ്ങളും ചെയ്ത് നോക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാ: രാഹില ആസ്ക് സം ക്വസ്റ്റ്യൻ അബൌട്ട് ദ ബോഡി ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ക്രിയേച്ചേഴ്സ്. ആൻസർ ഹെർ ക്വസ്റ്റ്യൻ ആൻഡ് ക്ലാസിഫൈ ദം ഇൻ ദ ഗിവൺ ടേബിൾ അക്കോർഡിംഗ് ടു ദർ മെത്തേഡ് ഓഫ് മൂവ്മെന്റ്. അതായത് രാഹില തയ്യാറാക്കിയ ജീവികളുടെ ആൽബത്തിലെ ചിത്രങ്ങൾ നോക്കൂ, സഞ്ചാര രീതിക്കനുസരിച്ച് ഈ ജീവികളെ തരംതിരിച്ച് പട്ടികയിൽ എഴുതും. അപ്പൊ ഇവിടെ കുറച്ച് ജീവികളെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവയെ നമുക്ക് സഞ്ചാര രീതിക്കനുസരിച്ച് അല്ലെങ്കിൽ അവര് ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നത് അതിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യണം, തരംതിരിക്കണം. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ ജീവികളാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. എങ്ങനെയൊക്കെയാണ് മക്കളെ നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റുന്നത്? യെസ്, നമുക്ക് 3 രീതിയിൽ നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും. ആദ്യം എന്താണ്? ഇഴഞ്ഞു വന്നവർ, അതായത് ക്രോളിംഗ് എന്ന് നമ്മൾ പറയും അല്ലെ, ഇഴഞ്ഞു പോകുന്ന കുറച്ച് ജീവികളുണ്ട്. അതുപോലെ തന്നെ നടന്നു വന്നവർ, അതായത് വോക്കിങ്ങിലൂടെ വന്നവര്. അതുപോലെ തന്നെ പറന്നു വന്നവർ, അതായത് ഫ്ലൈ ചെയ്ത് വന്നവർ. അങ്ങനെ ഈ 3 വിഭാഗത്തിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ കൊടുത്തിരിക്കുന്ന ജീവികളെ നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇഴഞ്ഞു വന്നവർക്ക് എക്സാമ്പിൾ ആണ് നമ്മുടെ ഓന്ത്, മുതല, തേരട്ട, പഴുതാര മുതലായ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നടന്നു വന്നവർക്ക് എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് ഈ ഒരു ടേബിളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഫ്ലൈ ചെയ്ത് വന്നവർ, അതായത് പറന്നു വന്നവർക്ക് ഉദാഹരണങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ സഞ്ചാര രീതിക്കനുസരിച്ച് എങ്ങനെയൊക്കെ നമുക്ക് തരംതിരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ 3 രീതിയിലുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നെക്സ്റ്റ് ചോദ്യം ഇതാ മക്കളെ: യു ആർ ഫെമിലിയർ വിത്ത് ദ ഓർഗാനിസം ഷോൺ ഇൻ പിക്ചേഴ്സ്. റൈറ്റ് 2 ബോഡി ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദം. അതായത് താഴെ തന്നിരിക്കുന്ന ജീവികളെ പരിചയമുണ്ടല്ലോ, അവയുടെ ശരീരത്തിന്റെ പ്രത്യേകതകൾ എഴുതുക. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ സ്വന്തം മുതലച്ചേട്ടൻ, ക്രൊക്കഡൈൽ എന്ന് നമ്മൾ പറയും. അടുത്തത് ആരാണ്? നമ്മുടെ ഡെക്ക് അല്ലെ, താറാവ്. അപ്പൊ ഇവര് രണ്ടുപേരുടെയും ശാരീരിക പ്രത്യേകതകളാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഇവരുടെ ശാരീരിക പ്രത്യേകതകൾ? ആദ്യം നമുക്ക് ഡെക്ക് നോക്കാം അല്ലെ, ഒരു താറാവിനെ നോക്കാം. താറാവിന്റെ ശരീരം എന്ന് പറയുന്നത് തൂവലുകളാൽ നിറഞ്ഞതാണ്. എങ്ങനെയുള്ള തൂവലുകളാണ്? എണ്ണമയമുള്ള തൂവലുകളാണ്, ഓയിലി ഫെതേഴ്സ് ആണ്. അതുപോലെ തന്നെ അവയുടെ കാലുകൾ എന്ന് പറയുന്നത് വെബ്ഡ് ഫീറ്റ് ആണ്. അതുപോലെ തന്നെ അവയ്ക്ക് പരന്ന ചുണ്ടുകളുണ്ട്, ഫ്ലാറ്റ് ബീക്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു പരന്ന ചുണ്ടുകൾ അവരെ എന്തിനാണ് സഹായിക്കുന്നത്? ടു ക്യാച്ച് ദ പ്രേ, അതായത് ഈ ചെളിയിൽ നിന്നായിക്കൊള്ളട്ടെ വെള്ളത്തിൽ നിന്നായിക്കൊള്ളട്ടെ ഇരേനെ പിടിക്കാനായിട്ട് സഹായിക്കുന്ന ചുണ്ടുകളാണ് അവയ്ക്കുള്ളത്. ക്രൊക്കഡൈലിന്റെ കാര്യം പറയുവാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? സ്യൂട്ടബിൾ ഷേപ്പ് ആണ് അല്ലെ, ജലത്തിൽ സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള അനുയോജ്യമായ ആകൃതിയുണ്ട്. അതുപോലെ തന്നെ ലോങ് ടെയിൽ ഉണ്ട്. അതുപോലെ തന്നെ കരയിലൂടെ നടക്കാനായിട്ടുള്ള കാലുകളുണ്ട്. അപ്പൊ ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായും നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന്റെ കൂടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സസ്യഭാഗങ്ങളുടെ ഉപയോഗം എഴുതുക. ഡീറ്റെയിൽസ് അബൌട്ട് ദ പ്ലാന്റ് പാർട്സ് അത് എഴുതുക. എന്തൊക്കെ കാര്യങ്ങളാണ് സസ്യങ്ങളുടെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? കായുണ്ട്, ഇലയുണ്ട്, തണ്ടുണ്ട്, വേരുണ്ട്. ഈ 4 ഭാഗങ്ങൾ നിർബന്ധമായും എഴുതണം. ഏതൊക്കെയാണ്? റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ഫ്രൂട്ട്. അപ്പൊ അവയുടെയൊക്കെ ഫംഗ്ഷൻ അല്ലെങ്കിൽ അവയൊക്കെ എന്തിനാണ് സഹായിക്കുന്നത് അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതൊക്കെ നോട്ട് ചെയ്തിട്ട് വേണം മക്കൾ എന്ത് ചെയ്യാൻ? എക്സാം എഴുതാനായിട്ട് പോവാൻ. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് എക്സാം എഴുതുക. നമുക്കിനി അങ്ങോട്ടേക്ക് നമ്മുടെ മിനി മാരത്തോണും മെഗാ മാരത്തോണും ഒക്കെ വരുവാണ്. സിലബസ് മാറിയതുകൊണ്ട് തന്നെ നമുക്ക് ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരുമെന്ന് നമുക്കിങ്ങനെ എക്സ്പെക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ സിലബസ് മാറിയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ മിനി മാരത്തോണും മെഗാ മാരത്തോണും ഒക്കെ കണ്ടിട്ട് അടിപൊളിയായിട്ട് ചോദ്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ നമുക്കിനി വരും ദിവസങ്ങളിൽ കാണാം. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.